ഹായ് ഹലോ നമസ്കാരം. ലാലേട്ടൻ്റെയും ശോഭനയുടെയും പുതിയ ചിത്രമായിട്ടുള്ള തുടരും എന്ന് പറഞ്ഞ ചിത്രത്തിന്റെ ട്രെയിലർ വന്നിട്ടുണ്ട്. നമുക്കൊന്ന് കണ്ടുനോക്കിയാലോ? കണ്ടുനോക്കാട്ടാ, എന്നിട്ട് കാര്യങ്ങൾ സംസാരിക്കാം. പണ്ട് എന്നെ കണക്ക് പഠിപ്പിച്ചൊരു സാറുണ്ടായിരുന്നു. നമ്മളൊരു ഫ്രീ പീരീഡ് നോക്കിയിരിക്കുമ്പോൾ അയാൾ എവിടുന്നെങ്കിലും കയറി വരും. അടിച്ചാലും ഗുണിച്ചാലും ഉത്തരം കിട്ടാത്തൊരു ചോദ്യവും. ഉത്തരം കിട്ടൂല, പുറത്തു നിർത്തും, നാണവും കെടുത്തും. അതിന് നീ ഏത് സ്കൂളിൽ പഠിച്ചേക്കുന്നത്? അപ്പൊ ഈ ചിത്രത്തില് ലാലേട്ട സ്കൂളിൽ പോയിട്ടില്ലേ? ചേടാ, അത് അടിപൊളിയായിട്ട്. എന്തായാലും ലാലേട്ടന്റെ ഫേമസ് ഡയലോഗാണ്. അത് അടിപൊളിയായിട്ടുണ്ട്. ഈ ചിത്രം തരുൺ മൂർത്തിയാണ് സംവിധാനം ചെയ്തിട്ടുള്ളത്. അദ്ദേഹം എന്തായാലും നല്ലൊരു പഠനം നടത്തിയതിന് ശേഷമാണ് ഈ ചിത്രം എടുത്തിട്ടുള്ളത്. എന്തായാലും ഇത് മലയാളികളുടെ മനസ്സിലേക്ക് കത്തി കയറും, അടിച്ചു കയറും. സൂപ്പർ അല്ലേ? ഇതിൽ തമാശകളൊക്കെ ഇപ്പൊ തന്നെ ക്ലിക്ക് ആയിട്ടുണ്ട്. അടിപൊളി, സൂപ്പർ ആണ്ടാ മച്ചാനെ, സൂപ്പർ. ആ താടി തൊട്ട കൈ ഞാൻ വെട്ടു. അണ്ണ ഇങ്ങനെ താടി വളർത്തി അയ്യോ പാവം കളിച്ചതാടാ. ശരിയാണ്, അതൊരു അടിപൊളി ഒരു ചോദ്യം തന്നെയായിരുന്നു. കാരണം എന്റെ താടി ഞാൻ വളർത്തി ആർക്കാടാ പ്രശ്നം? അടിപൊളിയായിട്ടുണ്ട്, കിടു. എത്ര മഹാന്മാരുടെ ചന്തി പതിഞ്ഞ വണ്ടിയാണെന്നറിയാം. ഈ കാറിന് വേണ്ടിട്ട് ഫാൻ കറങ്ങുന്നതിൽ ഇവിടെ കിടന്ന് വട്ടം വട്ടം കറങ്ങും. എന്താടോ എന്റെ വണ്ടിയുടെ കാര്യം തരൂല സാർ, എന്റെ കാർ കിട്ടൂല. ഈ ചിത്രത്തിൽ ബിനു പാപ്പ അഭിനയിച്ചിട്ടുണ്ടല്ലോ. ബിനു പാപ്പ ഈ ചിത്രത്തിൽ അതുപോലെ തന്നെ കോ ഡയറക്ടർ ആയിട്ടും കൂടി ഒന്ന് നിലനിന്നിട്ടുണ്ട് കേട്ടോ. അദ്ദേഹം അങ്ങനെയും കൂടി ആ ഒരു പൊസിഷനിൽ ഒന്ന് നിലനിന്ന് വന്നിട്ടുണ്ട്. അടിപൊളി. കിളി പോവും. അന്ത ആൾക്ക് കാറ് കയ്യില കെട്ടിയാ കിളി പോവും. അറിയില്ല ലാലേട്ടന്റെ മഴ നനയാലല്ലോ കുട്ടിച്ച. എല്ലാരും കൂടെ എന്നെ ഇങ്ങനെ മഴയത്ത് നിർത്തിയേക്കല്ലേ. കമ്മിങ് സൂൺ. പൊന്നെ, സൂപ്പർ, അടിപൊളിയായിട്ടുണ്ട്. കാരണം പടത്തിന്റെ നമ്മൾ ഇത്ര നേരം കണ്ട തമാശയും കാര്യങ്ങളൊക്കെ ആയിട്ട് അങ്ങനെ മുന്നോട്ട് പോയിട്ട് പെട്ടെന്ന് തന്നെ ആ സിനിമയുടെ പൊസിഷൻ ഒന്നും മാറി. ലാലേട്ടന്റെ മുഖത്ത് ഭാവം വന്നണ്ട, വേറൊരു ഭാവം വന്നു കഴിഞ്ഞു. അടിപൊളിയായിട്ടുണ്ട്. ലാലേട്ടന്റെ ഇത്തരത്തിലുള്ള ചിത്രങ്ങളൊക്കെ മലയാളികൾ കാത്തിരിക്കുകയാണ്, കൈ നീട്ടി സ്വീകരിക്കാനായിട്ട് ഇരിക്കുകയാണ്. അടിപൊളിയാവും ഈ ചിത്രം എന്ന് ഞാൻ ആശംസിക്കുകയാണ്. ഈ ചിത്രത്തിൽ മേക്കപ്പ് ചെയ്തിട്ടുള്ളത് പട്ടണം റഷീദാണ്. അദ്ദേഹം ഒരുപാട് വർഷങ്ങളായിട്ട് സിനിമ മേഖലയിൽ തന്നെ നിറഞ്ഞു നിൽക്കുന്ന ഒരു മനുഷ്യനാണ്. ഒരു പ്രധാനപ്പെട്ട ഒരു താരം തന്നെയാണ് പട്ടണം റഷീദ്. പിന്നീട് മ്യൂസിക് ജെക്സ് ബിജോയ് ആണ്. ആ പാട്ടുകൾ ഇപ്പൊ തന്നെ ക്ലിക്കായി മാറിയിരിക്കുന്നു. അപ്പൊ എല്ലാവിധ ആശംസകളും നേരെയാണ്. നമ്മുടെ തുടരും അടിപൊളിയാവട്ടെ എന്ന് ആശംസിക്കുന്നു. ഓക്കെ, ടാറ്റാ, ബൈ ബൈ.